തൃക്കരിപ്പൂരിലെ ഹോട്ടലിൽ അതിക്രമം കാണിച്ച 4 പ്രതികളെ പോലീസിന് പിടിച്ചു നൽകി പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയിട്ട് 10 മിനിറ്റിന് ശേഷം ഇതേ 4 പേരടക്കം 25ഓളം പേർ മാരകായുധങ്ങളുമായി ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവം പ്രതിഷേധാർഹമാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 11:30 ഒരു 4 ആളുകൾ വന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു. ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത്. ആ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ ഹോട്ടലിന്റെ സപ്ലയറും പറഞ്ഞിരുന്നു ഒരു 10-15 മിനിറ്റോളം സമയമെടുക്കും ഈ ഭക്ഷണം കിട്ടാനെന്ന്. അപ്പോൾ അവർ ഏത് മധ്യലകരയിലായിരുന്നോ ഏതെങ്കിലും അല്ലെങ്കിൽ കഞ്ചാവ് പോലത്തെ എന്തെങ്കിലും സാധനം അടിച്ചിരുന്നോ എന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഉള്ള ആളുകളായിരിക്കണം. അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ പാടെ മുകളിൽ നിന്ന് പ്ലേറ്റുകൾ തല്ലിപ്പൊളിക്കുകയും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി ആളുകൾ ഇറങ്ങി ഓടുകയും ചെയ്ത ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ഇതനുസരിച്ച് ഹോട്ടലിന്റെ ഉടമസ്ഥൻ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും SI ഉൾപ്പെടെ പോലീസ് കൊണ്ട് ഇവിടെ ആളുകൾ വരികയും ഇവരെ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഹോട്ടലുകാരൻ പോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ആദ്യം നിയമപാലകരുടെ സഹായമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നിയമപാലകർ ഇവിടെ വന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് മറിമായമാണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ 15 അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം 10-25ഓളം ആളുകൾ കുറുവടികളുമായിട്ട്, അതാ വടികളെല്ലാം അവിടെ കിടപ്പുണ്ട്, വടികളുമായിട്ട് വന്നാണ് ഹോട്ടൽ തല്ലിപ്പൊളിക്കുകയും ഇവിടെ ഒരു സ്റ്റാഫിന്, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൂക്കിന് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തീർത്തും അപലപനീയമായ സംഭവമാണ്. ഇങ്ങനെ ഒരു സംഭവത്തെ വെറും കണ്ണുകളോടെ അല്ലെങ്കിൽ വെറും കൈയോടെ കാണാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് സാധിക്കില്ല. ഇതിന് കർശനമായ നടപടികൾ പ്രതികൾ ആരായാലും അവരുടെ മേൽ സ്വീകരിക്കണം. അതിനുവേണ്ട എല്ലാ സമ്മർദ്ദങ്ങളും സംഘടന ചെലുത്തും. ഇപ്പോൾ പ്രാഥമികമായി ചന്ദേര പോലീസ് സ്റ്റേഷനിൽ CIക്കുള്ള പരാതി കൊടുക്കാൻ പോവുകയാണ്. അവരെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തുടർ നടപടികളുമായി സംഘടന മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഈ തുടക്കത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളൂ.